ഒരു മനുഷ്യന്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകൾ എന്തായിരിക്കും? കുട്ടിനിക്കറിട്ട് നടക്കുന്ന പ്രായത്തിൽ ഇടവഴിയിൽ പമ്മി നിന്ന് പലകൂട്ടം കല്ലുകൾക്കിടയിൽ നിന്ന് ഉത്തമനായവനെ തിരഞ്ഞെടുത്ത് പാകമായി എന്നൊറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞ മാമ്പഴം ഒറ്റയേറിന് തന്നെ ഞെടുപ്പറ്റ് താഴെ വീഴ്ത്തിയപ്പോൾ കൂടെ നിന്ന കുട്ടികൾ ആരാധനയോടെ അവനെ നോക്കി. അന്നത്തെ ആ അനുഭൂതി നമ്മുടെ മനോഹരമായ ഓർമ്മകളിൽ ഒന്നാണ്. പക്ഷേ ഈ ഓർമ്മകളെയും നിമിഷങ്ങളെയും എല്ലാം തെല്ലൊരു മന്ദഹാസത്തോടെ നോക്കി നിന്ന മറ്റൊരാളുണ്ട്. നമ്മുടെ നാട്. നമ്മുടെ പിച്ചവെക്കലുകളെ കണ്ടറിഞ്ഞവൻ, ആടിയാടിയുള്ള ആദ്യ കാൽവയ്പ്പുകൾ മുതൽ സ്കൂൾ വിട്ടുള്ള മത്സരയോട്ടങ്ങൾക്ക് വരെ സാക്ഷിയായവൻ, നാം എന്താണെന്ന വലിയ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം നൽകാൻ കഴിയുന്നവൻ. അങ്ങനെ വർണ്ണനകൾ ഏറെ അർഹിക്കുന്നുണ്ട് എൻ്റെ നാട്. എൻ്റെ നാട്ടിലേക്കുള്ള ഓരോ മടക്കയാത്രയും ഒരു കുട്ടി തൻ്റെ അമ്മയുടെ മടിയിലേക്ക് ഓടിയെടുക്കുന്നത് പോലെയാണ്. ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് വൈലോപ്പിള്ളി എഴുതിയതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ള പ്രായത്തിൽ ഞാനിന്നെത്തി. നമ്മളെല്ലാം വാർത്തെടുക്കുന്നതിൽ നമ്മുടെ നാടിന് വലിയ പങ്കുണ്ട്. കുമാരനെല്ലൂരിൻ്റെ വയലോലകളാണ് നമുക്ക് മഹാനായ MD തന്നത്. അതുപോലെ നമ്മുടെയൊക്കെ ഗൃഹാതുരതകൾ മിക്കതും നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ദൂരെ മറ്റൊരു ദിക്കിൽ കഴിയുമ്പോഴും മാടി വിളിക്കാൻ ശേഷിയുള്ള സൗന്ദര്യം എൻ്റെ നാടിനുണ്ട്. ഈ നാടും ഇവിടെയുള്ള ഒരു പറ്റം മനുഷ്യരും എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ ഓരോ ഇളം കാറ്റിനെയും ഞാൻ ആസ്വദിക്കുന്നു.